ആളുകൾ സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിച്ചാലും ചിലപ്പോൾ ഫെയിൽ ആവാറുണ്ട്. പക്ഷേ സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുകയേ ചെയ്യാത്ത സാഹചര്യങ്ങളും ഉണ്ട്. എപ്പോഴൊക്കെയാണ് ആളുകൾ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കാതിരിക്കുന്നത്? വിജയത്തെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ചിലപ്പോൾ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ഞാൻ വിജയിക്കാനേ പോകുന്നില്ല. ഞാൻ വിജയിക്കുന്ന ഒരാളല്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവും. ഈ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നത് അവരുടെ സ്വന്തം ഈഗോയെ ഹേർട്ട് ചെയ്യും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പരാജിതരായി തുടരാൻ ആഗ്രഹിക്കും. ചില സാഹചര്യങ്ങളിൽ ഇത്തരം ഒരു ഡിസിഷൻ, ഇത്തരത്തിലൊരു ഉറപ്പ് എടുത്തിട്ടുള്ളത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരാളായിരിക്കും. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഒരാൾ. ഏഹ് സ്വന്തം അച്ഛനോ അമ്മയോ ഏറ്റവും അടുത്ത ഒരു ബന്ധുവോ ഒരു സുഹൃത്തോ ആയിരിക്കും. ഇയാൾ വിജയിക്കാൻ പോകുന്നില്ല, ഇയാൾ വിജയിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ തീരുമാനത്തെ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് ചിലർ വിജയിക്കാതിരിക്കും. വിജയിക്കാൻ ആഗ്രഹിക്കുകയേ ചെയ്യാതിരിക്കും. ഇനി ചില ആളുകൾ കരുതുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിജയിച്ചാൽ അത് മറ്റൊരാൾ പരാജയപ്പെടുന്നതിന് തുല്യമാണ്. ഞാൻ സ്പോട്ട്ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരാളെ നിഴലിൽ നിർത്തുകയാണ്. ഞാൻ പ്രധാനപ്പെട്ട ഒരാളാവുന്ന സമയത്ത് മറ്റുള്ളവരെല്ലാവരും അപ്രധാനമാവുകയാണ് എന്നുള്ള ചിന്ത ഉള്ള ചില ആളുകളുണ്ടാവും. ഇത്തരം ആളുകളും വിജയിക്കാൻ ആഗ്രഹിക്കില്ല. വിജയിക്കാതെ ചെറുതായി ചുരുങ്ങി ഒതുങ്ങി കൂടാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ഇനിയും ചില ആളുകൾ അവര് പേടിക്കുന്നത്, വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പറ്റി ആ വിജയം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? നേടിയ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പൊ അത് വലിയ വേദന തരില്ലേ? അതുകൊണ്ട് വിജയിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന ചിന്തയിൽ ചില ആളുകൾ വിജയം ആഗ്രഹിക്കാതെ വിജയത്തെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ജീവിക്കും. അപ്പോ വിജയം ആഗ്രഹിച്ച് വിജയിക്കാതിരിക്കുന്നവർ മാത്രമല്ല, വിജയം ആഗ്രഹിക്കുകയേ ചെയ്യാതിരിക്കുന്ന ആളുകളുമുണ്ട്. എൻ്റെ കോച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങനെയുള്ള പല ബന്ധങ്ങൾ, വിജയത്തോട് ഇത്തരത്തിലുള്ള പല രൂപത്തിലുള്ള ബന്ധങ്ങളുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തത്. താങ്ക് യു.